ചേച്ചിക്ക് ഇഷ്ടമുള്ളത് തന്നാ മതി. എന്നെ ചേച്ചിന്നൊന്നും വിളിക്കണ്ട, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാ കുഞ്ഞുവാവേന്ന് വിളിക്കാം, അതോ അമ്മച്ചിന്ന് വിളിക്കണോ? നിങ്ങളോട് കാശ് എത്രയെന്നാ ചോദിച്ചേ? മീറ്ററിൽ 10 രൂപയായുള്ളൂ, പക്ഷെ എന്തെങ്കിലും കൂട്ടിത്തരണം. ഞാനൊരു രോഗിയാണ്, ഓപ്പറേഷൻ നടത്താൻ 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം രൂപയോ? എന്ത് രോഗമാണ് നിങ്ങൾക്ക്? എന്റെ ഹാർട്ടിൽ കിഡ്നി വളരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു 2 വർഷം എന്റെ അമ്മോ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ വിട്ടാ മതി. വട്ട എനിക്കല്ല, ആനയ്ക്കാം. എന്താടാ അടി അങ്ങോട്ട് പോവല്ലേ, ആന ഇറങ്ങിയിട്ടുണ്ട്. ആന? എന്റെ അമ്മേ, നിങ്ങൾ ഇങ്ങോട്ട് പോവോ? ആന ഇറങ്ങി പറഞ്ഞിട്ടില്ലേ? അങ്ങോട്ട് പോയാലേ ആന പോയാലും അമ്പഴങ്ങാവും. നമുക്ക് വേറെ വഴി പോവാം. അമ്മാവനെ സഹായിച്ചോണ്ട് നിന്നോ, ഇപ്പൊ ആനയുടെ വായി പോവും. ആന ഇറങ്ങിയെന്ന്. ഇത് അത്യാവശ്യം Follow me. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ, എന്നാലും കഴിക്കാം. നല്ല വിശപ്പ്. എന്റെ പച്ചത്ര അതിന് സാറിന് പറ്റല്ലോ, പറ്റിപ്പല്ലേ? എന്താ? അല്ല, സാറിന്റെ പറ്റ എഴുതി 200 പേജിന്റെ നോട്ട് ബുക്ക് തീർന്നു, ഇനി പുതിയ ഒരെണ്ണം വാങ്ങണമെന്ന് പറയായിരുന്നു. ചെയ്തു. പോലീസുകാർ ഈ രാജ്യത്തിന്റെ സമ്പത്താണ്. അവരെ കാര്യമായിട്ട് നോക്കേണ്ടത് ജനങ്ങളുടെ കടമയാണ്, ഡ്യൂട്ടിയാണ്. ഓ, സർക്കാരിനെ പോലീസുകാർ സേവിക്കുന്നു, അതിന് സർക്കാർ ശമ്പളം തരുന്നു. അപ്പൊ ജനങ്ങളെ സേവിക്കുന്നതിന് ജനങ്ങൾ ശമ്പളം തരേണ്ടതല്ലേ? ഇത് പറയുമ്പോ ഞാൻ കൈക്കൂലി ചോദിക്കാണെന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് വളരെ മോശ. ഒരു 100 രൂപ ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ കടമായിട്ട് തന്നാ മതി. എങ്ങനെ? ഓ, ഇതാ കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. വളരെ നന്നായിട്ട്. പിന്നെ നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളോട് പറഞ്ഞേക്കണം, എനിക്ക് കിട്ടാനുള്ള ആഴ്ചപ്പടി കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ പെറ്റി കേസ് ചാർജ് ചെയ്ത് അവന്റെ അട്ടപ്പിളക്കുന്നു. മനസ്സിലായോ? ഞാൻ പറയാം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് ആനയും മെരുക്കിയെടുക്കാം. ചോദിക്കുമ്പോ ആന ഇറക്കി കാശ് കൊടുക്കാൻ നിന്നിട്ടല്ലേ? കാശ് കൊടുത്തില്ലെങ്കിൽ ആന കേസ് ചാർജ് ചെയ്യും എന്നാണല്ലോ സേതുക്കാട് പറഞ്ഞിട്ടുള്ളത്. ഏത് വകുപ്പില്? നമ്മുടെ RC ബുക്കും പേപ്പേഴ്സും ഒക്കെ ഓക്കെ ആണ്, അതെ. യൂണിഫോം കറക്റ്റ് ആണ്, മീറ്റർ വർക്കിംഗ് കണ്ടീഷനിലാണ്. എന്നാ പിന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ബാബു, നീ പറയുന്നതല്ലേ, കാശ് കൊടുക്കാത്തോണ്ട് ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ എത്ര കേസ് അറിയുന്നറിയാമോ? അതാ പറഞ്ഞത്, അതിനെതിരെ പ്രതികരിക്കണമെന്ന്. നമ്മൾ അന്യായമായി ഹരാസ് ചെയ്യുന്നു പറഞ്ഞ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കാം. ആദ്യത്തെ ഒപ്പ് ഞാനിടാം. നിങ്ങൾ റെഡിയാണോ? പരാതിയൊക്കെ കൊടുക്കണോ? ഇതാ കുഴപ്പം. ഇങ്ങനെ പേടിച്ച് നിന്നാൽ എന്നും പേടിക്കാനേ സമയം കാണും. പോലീസുകാരിടുന്നത് നമ്മൾ ഇടുന്നതും കാക്കിയ. അതിന്റെ മാന്യത വിട്ട് പെരുമാറിയാൽ പോലീസായാലും നമ്മളായാലും ശിക്ഷിക്കപ്പെടണം. എന്തൊക്കെയായാലും അധികാരമുള്ള ആളുകളോട് കളിക്കുന്ന അത്ര നന്നല്ല. ബാബു, നീ ആദ്യം ആനയാരോടും സംസാരിച്ചു നോക്ക്. ഒതുങ്ങുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വഴി നോക്കാം. എന്താ? അത് ന്യായം. എല്ലാവരുടെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ ആനയുടെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കാം. അങ്ങേരെന്ത് പറയുന്നു അനുസരിച്ച് ബാക്കി വഴി നോക്കാം. ഓ, ഒന്നും പറയണ്ട അണ്ണാ. ആനയെ പേടിച്ച് 110 കിലോമീറ്റർ സ്പീഡിൽ ഒരു പിടിയിലങ്ങ് വിട്ടു. അതിന് ഓട്ടോ മാക്സിമം 50-ലല്ലേ പോകൂ. പോയത് 50 തന്നെ, പക്ഷെ ഒരു 110ന്റെ മതിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ആട്ടോ ഓവർ ബ്രിഡ്ജ് ഇറങ്ങിയതും ഒരു സിക്കുകാരൻ കുറുകെ എടുത്ത് ഒറ്റച്ചാട്ടം. കണ്ണുടച്ച് ഞാനൊരു ചവിട്ടി. വണ്ടി സിക്കുകാരന്റെ തലയുടെ മുകളിൽ കൂടി ഡൈവ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു ലോറിയുടെ മുകളിൽ കയറി. ലോറി നിർത്തി. ലോറി ഡ്രൈവർ ഞാനും ഇറങ്ങി. ഓട്ടോ ലോറിയുടെ മുകളിൽ നിന്നും പൊക്കിയെടുത്ത് താഴെ വെച്ചു. സിക്കുകാരൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സാരേ ജഹാംസെ അച്ഛാ. ഞാൻ പറഞ്ഞു, കുച്ചു കുച്ചു ഹോത്തായെന്ന്. ഉടനെ ആ സിക്കുകാരൻ 1000 രൂപ എടുത്ത് എണ്ണി എന്റെ പോക്കറ്റ് ഇട്ടു. 1000 രൂപ? കാഞ്ഞിരപ്പള്ളി കറിയാച്ചനാണ് സത്യം. സിക്കുകാരെന്ന് വെച്ചാൽ ആരാ? അവരെ പേടിച്ച് സർക്കാർ ലീവ് വരെ കൊടുക്കുന്നുണ്ട്. കേട്ടിട്ടില്ലേ? സിക്ക് ലീവ്. എന്നിട്ടാ രൂപ എവിടെ? ഞാൻ കാണിച്ചു തരാം. അയ്യോ പോയാ?
ഞാൻ പറഞ്ഞില്ലേ എന്റെ കാശ് വാഴൂല, ആരോ പോക്കറ്റ് ഇനി ഇവൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. പിടി, പിടി, പിടി. പിടിച്ചവനെ, പിടിച്ചവനെ. സേവന പൈസ ഞാൻ വേണ്ട. ആളായി. വന്നേ ചോദിക്കട്ടെ. വാ, സത്യം പറയന്തിയൂടാ, എന്താ ഉണ്ടായത്? സത്യം പറയാന്റെ ബാവണ്ണ, ആ. ആനയെ പേടിച്ച് ഓടുന്നതിനിടയിൽ എന്റെ ആട്ടോ ഒരു സിക്കാരന്റെ സ്കൂട്ടറിൽ കൊണ്ട് നിടിച്ച്. ആ. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 200 രൂപ അയാളെ മേടിച്ചെന്നാ. പോട്ടെ 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 പോട്ടെ. ഈ പടം കളിക്കുന്ന തിയേറ്ററിൽ പോണം. അതിപ്പോ ഈ പടം കളിക്കുന്ന തിയേറ്റർ ഏതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ സാറേ. അത് ഈ മോഹൻലാൽ പറയും പോലെ നമുക്ക് ചോദിച്ച് ചോദിച്ചു പോവാം. ആ, വണ്ടി വിടുമോനെ. സാർ ആള് കൊള്ളാലോ. സാർ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ആ വരുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞ അതിപ്പോ അത് മതി, അത് മതി. നിക്കൂ. എങ്ങോട്ടാ? ഇവിടെ അടുത്ത് 2 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ എടുക്കാൻ പോവാണോ അതോ? കഴിഞ്ഞു മടങ്ങാ. എന്താ? അല്ല, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അമ്മയുടെ ഓപ്പറേഷൻ എന്നാ വെച്ചിരിക്കുന്നത്? മുഴുവൻ കാശും അടച്ച ശേഷമേ ഹോസ്പിറ്റലുകാർ ഓപ്പറേഷന്റെ ഡേറ്റ് പറയൂ. ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ എല്ലാം ശരിയാവുന്നേ. വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഏത് സമയത്തുള്ള അമ്മയുടെ കണ്ണീരൊന്ന് മാറിക്കണ്ടാ മതിയായിരുന്നു. എന്നാ പിന്നെ ഞാൻ ശരി. സോറി സാർ. ഒന്നെ ഇയാള് കുട്ടിയെ വീട്ടിൽ വിടും, ഞാൻ നേരെ ഓട്ടെ പൊക്കോളാം. ലേറ്റ് ആയതുകൊണ്ടാണോ സാർ? അതൊന്നുമല്ല, രണ്ടുപേരുടെയും മനസ്സിലുള്ളത് നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാം. ഞാനും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. അയ്യോ സാർ, അങ്ങനെയുള്ള ഒരു അതിപ്പോ ഇല്ലെങ്കിലും താനേ നടന്നോളും. എടാ ബുൾസൈ ഓടറാ. അല്ല, ബുൾസൈ മേടിച്ചു വെക്കാൻ സാറ് പറഞ്ഞില്ലല്ലോ. എടാ തിന്നണ ബുൾസൈ അല്ല, നിന്റെ ഹെഡ്ലൈറ്റ് ഒരു കറുത്ത പുള്ളിയില്ലേ, അതെവിടെയാണ്? ഇവിടുത്തെ പുള്ളിയോ? അത് മഴയത്ത് ഒലിച്ചു പോയി സാർ. മഴയത്തോ? ഈ അടുത്ത കാലത്തൊന്നും മഴ ഉണ്ടായിട്ടേ ഇല്ലല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ മഴയത്ത് ഒലിച്ചു പോയതാ. അപ്പൊ ഒരു കൊല്ലം നീ പുള്ളി ഇല്ലാതെ നടന്നല്ലേ? നിന്റെ വണ്ടി 2 മാസം എന്റെ കസ്റ്റഡി കിടക്കട്ടെ, എന്നാലേ ശരിയാവൂ. സാർ, ഈ പുള്ളിയിട്ട പുള്ളിയോട് ചോദിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു ഈ പുള്ളി 2 കൊല്ലത്തേക്ക് പോവില്ലെന്ന്. ആ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന് അറിയാൻ വേറൊരു പുള്ളിയോട് ചോദിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു മറ്റേ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന്. പിന്നീട് അറിഞ്ഞത് ഈ പുള്ളിയിട്ട പുള്ളി അമ്മ. കൂടുതൽ സംസാരിച്ചാൽ നീ ഒരു ജയിൽ പുള്ളിയാവും. എടാ നീ ആദ്യം നന്നാകും, എന്നിട്ട് സ്വയം നന്നാകാൻ നോക്ക്. ഇരിയടാ. വേണ്ട, ഞാനിവിടെ പിടിച്ചു നിന്നോളാം. തുറക്കടാ. തുറന്നു കിടക്കല്ലേ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കണം. എടുക്കടാ. തരാൻ സാറേ സാറേ അത് സാറേ അത് ഞാൻ സാറേ സാറേ അത് പെട്രോളാ. സാറേ നാളെ പമ്പ് മുടക്കായതുകൊണ്ട് ഞാൻ ഇന്ന് വാങ്ങിച്ചു വെച്ചതാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീപ്പെട്ടി വരച്ച് കാണിച്ചു തരാം. ഇതൊന്ന് ഊതി നോക്കിയതിന് മുമ്പിലേക്ക് നോക്ക്. സാറേ പോവല്ലേ സാറേ, ഈ തീയുടെ മുമ്പിലേക്ക് ഒന്ന് ഊതിയ പെട്രോൾ ആണെന്ന് തെളിയിച്ചു തരാം. സാറേ